കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ അറിയാൻ പറ്റിയ കഴിവുള്ള ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ സിബി മലയിൽ രാജാവാണ്. ഈ കഴിവുകളുള്ള മിടുക്കൻ ആരായിരുന്നു? ലോഹിതദാസും. അതുകൊണ്ടാണ് ഈ അടുത്തിടെയായിട്ട് അദ്ദേഹം സിബി മലയിൽ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമകളിൽ അവ നിഴലിക്കുന്നതും. മികച്ച സംവിധാനമാണ്, പക്ഷേ കഥ എഴുതുവാൻ ആളില്ല. ഇവരുടെ രണ്ടുപേരുടെയും കഥകൾ സമ്മേളിച്ചപ്പോൾ ഉണ്ടായ ഒരു മികച്ച സൃഷ്ടിയാണ് കിരീടം. സന്തോഷകരമായ ജീവിത മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകുന്ന കുടുംബം പിന്നീട് വലിയ ട്രാജഡിയിലേക്ക് പോകുന്നതാണ് ലോഹിതദാസിൻ്റെ സിനിമകളിൽ മിക്കപ്പോഴും കാണുവാനായിട്ട് സാധിക്കുന്നത്. പോലീസുകാരനാകണമെന്ന് ആഗ്രഹിച്ച മകൻ തൻ്റെ ഇഷ്ടത്തിനനുസരിച്ചല്ലാതെ ജീവിച്ചു പോകുന്ന അച്ഛൻ്റെ ദുഃഖം, അച്ഛൻ്റെയും മകൻ്റെയും ഇടയിൽ ഞെരിപിരി കൊള്ളുന്ന അമ്മ, ധർമ്മസങ്കടത്തിൽ പെട്ടുപോകുന്ന സഹോദരങ്ങൾ, മികച്ചൊരു കരിയറും പെണ്ണും നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ടവൻ്റെ അവസ്ഥയിലേക്ക് നടന്നു പോകുന്ന നായകൻ. കിരീടം എന്ന സിനിമയുടെ കഥയും കാര്യങ്ങളും ഞാൻ പറയാതെ തന്നെ അറിയാൻ സാധിക്കും. അവിടെ കീരിക്കാടൻ ജോസ്, ജോണി എന്ന് പറയുന്ന പ്രതിനായകന്മാരും കൂടെ വരുമ്പോഴത്തേനും സിനിമയുടെ ഗതി വ്യത്യസ്തമാകുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ തുടക്കം എവിടെ നിന്നാണെന്നുള്ളത് ഇത്രയും നാളും സിനിമ കണ്ട വ്യക്തികളും പെട്ടെന്ന് മറന്നു പോകുന്നു. അവർ ആ സംഭവം നടക്കുന്ന കുടുംബ പശ്ചാത്തലം കീരിക്കാടൻ ജോസ് എന്നുള്ള അവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥ സംഭവം നടക്കുന്നത് എവിടെയാണ്? ഒരു നേതാവിൻ്റെ മകനോട് തിലകൻ്റെ കഥാപാത്രം തർക്കിക്കുന്നതും ആ തർക്കത്തിൽ നിന്നും നേതാവ് തിലകനെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റുന്നിടത്തും ആ സ്ഥലത്ത് ചെന്നിട്ടുണ്ടാകുന്നതായിട്ടുള്ള അവസ്ഥയാണ് കിരീടത്തിൽ സംഭവിക്കുന്നത്. ഇതിനെല്ലാം തുടക്കമെന്ന് പറയുന്നത് ഈ നേതാവിൻ്റെ മകനുമായിട്ടുള്ള തിലകൻ്റെ തർക്കമായിരുന്നു. പാലക്കാട് നടക്കാനായിട്ടിരുന്ന ഷൂട്ടിങ് തിലകൻ്റെ അസൗകര്യം മൂലം തിരുവനന്തപുരത്തേക്ക് മാറ്റുകയായിരുന്നു. തിലകൻ ആ സമയത്ത് ചാണക്യനും മറ്റൊരു സിനിമയുടെ തിരക്കിൽ നിന്നും പാലക്കാട്ടേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയും. എങ്കിലും ആ കഥാപരിസരത്തിന് പറ്റിയ അന്തരീക്ഷമായിട്ട് തിരുവനന്തപുരം മാറുകയും കിരീടം പാലം എന്ന് പറയുന്ന പാലം തന്നെ ഇപ്പോഴും അറിയപ്പെടുന്നു. ഇവിടെ ജോണിയും മോഹൻലാലും തമ്മിലുള്ള സംഘട്ടനം എന്ന് പറയുമ്പോൾ നാടൻ അടി എന്ന് പറയും. സിനിമയിലെ കീരിക്കാടൻ ജോസുമായിട്ടുള്ള ഇതും അങ്ങനെ തന്നെയാണ്. കാട്ടുവള്ളികൾ കൊണ്ട് ജോണിയെ കെട്ടിയിടുന്നതും ജോണിയെ മോഹൻലാലിനെ വെല്ലുവിളിക്കുകയും മോഹൻലാൽ തിരിച്ചു പറയുന്ന സംഭാഷണവും അതിൻ്റെ അകത്തെ മെയിൻ പോയിന്റ് തന്നെയാണ്. കീരിക്കാടൻ ജോസ് എന്ന പുതുമുഖം വില്ലൻ ആ സിനിമയിൽ ഉണ്ടാക്കിയിരിക്കുന്ന റോൾ ചെറുതൊന്നുമല്ല. കീരിക്കാടൻ ജോസിൻ്റെ അലറി വിളിച്ചുള്ള വരവും ആ സംഘടന രംഗത്ത് മോഹൻലാലും ആ സംഘടനം കണ്ടുകൊണ്ടിരിക്കുന്ന കാണികൾ വരെ അഭിനയിച്ചു പോകുന്ന സിനിമ കിരീടം. കണ്ടിന്യൂസ് ആയിട്ട് നാടകം പോലല്ലാതെ നടക്കുന്ന ഒരു സംഭവം എങ്ങനെ ഇത്ര മനോഹരമായിട്ട് വന്നു, ഷോട്ട് ബൈ ഷോട്ട് എടുക്കുമ്പോഴെന്ന് പ്രേക്ഷകർ തന്നെ അതിശയിച്ചു പോകുന്നു. അവസാനം കീരിക്കാടൻ ജോസിനെ കാത്ത് മോഹൻലാലിൻ്റെ ഇരിപ്പും പിന്നീട്